നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഒരു കാലത്ത് തൃശൂരിനെ വിറപ്പിച്ച ശക്തൻ തമ്പുരാനെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ തട്ടിക്കളിക്കുന്നു. ഗതികെട്ട തമ്പുരാൻ നാടുവിടുവാൻ സാധ്യത. എലഞ്ഞിക്കുളം പാടത്തെ കൊയ്ത്തുത്സവം പാടശേഖര സമിതി പ്രസിഡന്റ് ദാസൻ കാട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം, കുമരനെല്ലൂർ ദേശം, കാഴ്ചപ്പന്തൽ, കാൽനാട്ടുകർമ്മം ക്ഷേത്ര പരിസരത്ത് നടന്നു. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് തൃശൂർ ചെറു റോഡിൽ ആരംഭിച്ചു. ആശാരിക്കാട് സെന്ററിൽ ട്രാൻസ്പോർട്ട് മിറർ കഴിഞ്ഞ രാത്രി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒരു കാലത്ത് തൃശൂരിലെ കിടുകിട വിറപ്പിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ ഇന്ന് ഒരു പ്രതിമയായി നിന്ന് രാഷ്ട്രീയക്കാർ കാട്ടുന്ന കോപ്രായം കണ്ട് കിടുകിട വിറയ്ക്കുകയാണ്. ഏപ്രിൽ 1 ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ മൂടി തുറക്കുമെന്ന് മേയർ പെറ്റില്ല എന്ന് മേയറുടെ കൂടെയുള്ള സഖാക്കൾ. 10 ദിവസത്തിനകം പ്രതിമ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ബലമായി തുറക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസുകാർ പ്രതിമയ്ക്ക് താഴെ രാവിലെ ധർണയും പ്രസംഗവും വെല്ലുവിളികളും. കുറച്ചു കഴിഞ്ഞ് കോൺഗ്രസുകാർ പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ഇതാ വരുന്നു വീരശൂര പരാക്രമികളായ BJP-ക്കാർ. അവർ വന്ന് ശക്തൻ തമ്പുരാനെ മൂടിയ തുണികൾ പറിച്ചെടുത്ത് തമ്പുരാനെ സ്വതന്ത്രനാക്കി സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്താൽ ഇപ്പോൾ ശക്തൻ തമ്പുരാന്റെ നിൽപ്പ് ചിരിച്ചാണെന്ന് ചിലർ പറയുന്നു. തൃശ്ശൂരിൻ്റെ നഗരപിതാവ് തൃശ്ശൂരിൻ്റെ നഗരത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൃശ്ശൂരിൻ്റെ ആവശ്യമായിരുന്നു ശക്തൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കണമെന്ന്. അത് നിരന്തരം ആവശ്യപ്രകാരത്തിന് ശേഷമാണ് ശക്തൻ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. എന്നാൽ കഴിഞ്ഞ ജൂൺ 9 വെളുപ്പിനാണ് ലോ ഫ്ലോർ KSRTC ബസ് ഇടിച്ച് തകർന്നത്. പക്ഷേ അതിനുശേഷം 1.5 മാസത്തോളം ഇവിടെ തകർന്ന് കിടക്കുകയാണ് ഉണ്ടായത് ആ പ്രതിമ. അതിനുശേഷം കൗൺസിലർമാരും അതുപോലെ മറ്റ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോർപ്പറേഷനിലും മേയറോടും ആവശ്യപ്പെട്ടതിൻ്റെയും സമരപരിപാടികളുടെയും അവസാനമായാണ് തിരിച്ച് ആ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ തയ്യാറായത്. ആ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം 1.5 ആഴ്ചയായിട്ടും തുറന്നു കൊടുക്കാൻ തയ്യാറായി, 1 മാസമായിട്ടും തുറന്നു കൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കാര്യത്തിപ്പോൾ നമ്മൾ നിരന്തരം BJP കൗൺസിലർമാരും അതുപോലെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ മേയറെ വിളിച്ച് സംസാരിച്ചു തുറന്നു കൊടുക്കണമെന്ന്. പക്ഷേ അദ്ദേഹം ആ ജനങ്ങളുടെ ആവശ്യപ്രകാരം തുറന്നു കൊടുക്കും. ഫെബ്രുവരി 1 എന്ന് പറഞ്ഞ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ആയിട്ടും തുറക്കാതായപ്പോൾ ആ നഗരപിതാവ് വഞ്ചിച്ച ജനങ്ങളോട് BJP-ക്കും BJP കൗൺസിലർമാർക്കും ഒരു പ്രതിബദ്ധതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണ് കൗൺസിലർമാർ ജയിച്ചിട്ടുള്ളത്. മേയർ ജയിച്ചിട്ടുള്ളത് CPM-ൻ്റെയും CPI-യുടെയും ആ ഔദാര്യത്തിലാണ്. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളോടാണ് പ്രതിബദ്ധത. മേയർ CPM-ൻ്റെയും CPI-യുടെയും ആ നിർബന്ധത്തിന് വഴങ്ങി ആ ഉദ്ഘാടനം മാറ്റിവെച്ചു. അത് ടെക്നിക്കലായിട്ട് കുറേ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളോടും അതുപോലെ മാധ്യമങ്ങളോടും പറഞ്ഞത്. പക്ഷേ BJP ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി മാതൃകാപരമായിട്ട് പ്രതീകാത്മകമായിട്ട് ഇന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. നെൽപ്പാടങ്ങൾ കരഭൂമിയാക്കി ഭൂമാഫിയ കേരളത്തിലെ കൃഷിയിടങ്ങൾ ഒന്നൊന്നായി അടക്കി വാഴുന്ന കാലത്ത് എലഞ്ഞിക്കുളം പാടശേഖരത്ത് ദാസൻ കാട്ടുങ്കലിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി കൊയ്ത്തുത്സവം നടക്കുന്നു. കടം വാങ്ങിയും കെട്ടുതാലി വരെ പണയം വെച്ച് കൃഷിയിറക്കി കാട്ടാനയും കാട്ടുമൃഗങ്ങളും മത്സരിച്ച് നശിപ്പിച്ചിട്ടും പാവപ്പെട്ട കൃഷിക്കാർ എല്ലാം മറന്ന് കൃഷിയിറക്കി ഭാഗ്യം പരീക്ഷിക്കുന്നു. ദിനംപ്രതി കാർഷിക വൃത്തി നിലച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ പാടങ്ങൾ മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കി ലാഭം കൊയ്യുമ്പോഴും സർക്കാർ ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യസംസ്ഥാനങ്ങൾക്ക് മുൻപിൽ ഭിക്ഷാപാത്രവുമായി ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ച ദയനീയമാണെന്ന് ദാസൻ കാട്ടുങ്കൽ പറയുന്നു. നടക്കാത്ത നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ട കർഷകരെ കണ്ണീര് കുടിപ്പിക്കുകയാണ്, ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ. ഇവിടെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. എന്നാൽ മദ്യക്കച്ചവടക്കാർക്കും ഭൂമാഫിയകൾക്കും ഒത്താശ ചെയ്യുവാൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഓടി നടക്കുന്നവർ ഒന്നോർക്കുക. നിങ്ങൾ വാരി തിന്നുന്ന ഒരുവറ്റ് ചോറിലും കർഷകന്റെ കണ്ണീരിന്റെ ഉപ്പുരസമുണ്ട്. മറക്കാതിരുന്നാൽ നല്ലത്. നമ്മുടെ എലഞ്ഞിക്കുളം
വർഷത്തെ നമ്മുടെ പാടശേഖരണത്തിൻ്റെ ഇന്ന് കൊയ്ത്തുത്സവമാണ്. എല്ലാ വർഷവും ഈ ഒരു കൊയ്ത്തുത്സവത്തിൽ ഞാൻ പങ്കെടുക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു 5 വർഷം കൗൺസിലറായപ്പോഴും എൻ്റെ പാടശേഖരത്തിൽ എനിക്ക് കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഒരു കൊയ്ത്തുത്സവം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ ഇനിയുള്ള വർഷങ്ങളിലും നല്ലൊരു കൊയ്ത്തുത്സവമായിട്ട് നമ്മുടെ ഈ എല്ലിപ്പാടത്ത് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഈ ഒരു സമയം നമുക്കുണ്ട്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാ പാടശേഖര സമിതി അംഗങ്ങൾക്കും അതേപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള കൊയ്ത്ത് നടത്തിയിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ 2025 പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ, ഹരിഹരയ്യർ എന്നിവർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുമരനെല്ലൂർ ദേശത്തിന് തുടർച്ചയായി 10 വർഷമായി കാഴ്ചപ്പന്തലൊരുക്കുന്ന ചെറുതുരുത്തി മയൂര പന്തൽ വർക്ക്സ് ഉടമകളായ MA യൂസഫിനെയും കബീറിനെയും രക്ഷാധികാരി ഡോക്ടർ PS മോഹൻദാസ്, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. ദേശകമ്മിറ്റി ഭാരവാഹികളായ വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ KR രമേശ്, ട്രഷറർ പ്രസാദ് പൂക്കോട്ട്, V ശ്രീധരൻ, വിജയൻ പൂണോത്ത്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏങ്കക്കാട് ദേശം ഭാരവാഹികളായ TP ഗിരീശൻ, PR സുരേഷ് കുമാർ, ബാബു പൂങ്കുന്നത്ത്, വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം സെക്രട്ടറി PA വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. കബീറിനെ ആദരിക്കുന്നതിനെ പങ്കെടുത്ത എല്ലാവർക്കും. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ഓഫീസ് ഉദ്ഘാടനം ഇന്ന് നടന്നു. ചേറൂർ റോഡിലെ NR ഗാർഡൻസ് റോഡിൽ ആരംഭിച്ച ഓഫീസിൽ ഇന്ന് രാവിലെ ഭദ്രദീപം തെളിയിച്ചു. പരിപാടിയിൽ രഘുനാഥ് C മേനോൻ സ്വാഗതം പറഞ്ഞു. രാമവർമ്മപുരം പള്ളി ഫാദർ അജിത് തച്ചോത്ത്, ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭാവ ആനന്ദജി, തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഇബ്രാഹിം ഹല്ലാഹി, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി, ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ, SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഓഫീസ് ഇൻചാർജ് രാജേഷ് നായർ നന്ദിയും പറഞ്ഞു. ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയതിൽ ഒന്നാമതായി പറഞ്ഞത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. നീതി തന്റെ താഴെയുള്ള തന്റെ പ്രജകൾക്ക്, തന്റെ ജനങ്ങൾക്ക് നീതിപരമായി ഇത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ചെറുപ്പം വലുപ്പം നോക്കാതെ അവർക്ക് കീഴിലുള്ള ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന വളരെ നീതിമാനായ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിന് അവകാശിയാണെന്നാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്. എന്താണെങ്കിലും നമ്മുടെ MP, നമ്മുടെ മന്ത്രി അത്തരത്തിൽ ഒരാളായി വളരട്ടെ. നമ്മുടെ മാനസിക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മമാവാൻ ഈ സദസ്സുടെ കാരണമാവട്ടെ. ആർക്കും എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരിടമായി നമ്മുടെ ഈ MP-യുടെ ഓഫീസിനെ ദൈവം അംഗീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ഗ്രീൻ സോണിന്റെയും ബ്ലഡ് ബാങ്കിലെ ഓട്ടോമാറ്റിക് കോയാഗുലേഷൻ മെഷീനിന്റെയും പ്രവർത്തനോദ്ഘാടനവും കാർഡിയാക് സെന്ററിന്റെ കൈമാറ്റവും, ഹൃദ്രോഗികൾക്ക് ഡെന്റൽ വിദ്യാർത്ഥികൾ നൽകുന്ന സെന്ററുകളുടെ കൈമാറ്റവും ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലെ മെയിൻ OP കെട്ടിടത്തിലാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പാൾ ഡോക്ടർ അശോകൻ N അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സനൽകുമാർ B, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക M, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് PV, ഡെന്റൽ കോളേജ് പ്രിൻസിപ്പാൾ ഷമീന PM, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ രമാദേവി, ബ്ലഡ് ബാങ്ക് മേധാവി ഡോക്ടർ സജിത് വിളമ്പിൽ, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കരുണദാസ്, ഡോക്ടർ രവീന്ദ്രൻ C തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ, മറ്റ് ആശുപത്രി ജീവനക്കാർ, വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അത്യാഹിത വിഭാഗത്തിൽ റെഡ് സോൺ, യെല്ലോ സോൺ എന്നീ 2 വിഭാഗങ്ങളിലാണ് ഇപ്പോൾ രോഗികളെ ക്രമീകരിച്ചിരിക്കുന്നത്.
യെല്ലോ സോണിൽ എത്തുന്ന രോഗികളെ രോഗത്തിന്റെ തീവ്രത കുറയുന്നതനുസരിച്ച് ഗ്രീൻ സോണായി കൂടി ക്രമീകരിക്കുന്നതിലൂടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അധികം ഗുരുതരമല്ലാത്ത രോഗികളെ എത്രയും പെട്ടെന്ന് കണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്നതിനും സഹായകരമാകും. രക്തബാങ്കുകളിൽ രക്തഘടകങ്ങളുടെ കൃത്യവും കാര്യക്ഷമവുമായ ഗുണനിലവാര പരിശോധന നടത്തുവാൻ ഓട്ടോമേറ്റഡ് കോയാഗുലേഷൻ അനലൈസർ ആവശ്യമാണ്. ഈ നൂതന സംവിധാനം രോഗിയുടെ സുരക്ഷയ്ക്കായി സമയബന്ധിതമായ ഫലങ്ങൾ നൽകുന്നതിനും റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. കേരള സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് 6 ലക്ഷം രൂപ വില വരുന്ന ഈ ഉപകരണം വാങ്ങിയത്. തൃശൂരിൽ വെച്ച് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഇന്റർഡെന്റൽ സംസ്ഥാനതല കലോത്സവത്തിന്റെ ഭാഗമായി 2 ഹൃദ്രോഗികൾക്ക് ജീവൻ രക്ഷാ സഹായം എന്ന നിലയ്ക്ക് കൊറോണറി സെന്റർ വാങ്ങി കാർഡിയോളജി വിഭാഗത്തിന് നൽകുവാൻ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു. ഈ സെന്ററുകളുടെ കൈമാറ്റം പ്രസ്തുത പരിപാടിയിൽ നടന്നത്. ഒട്ടേറെ പേർ പിന്നീട് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജിനെയാണ്. ആ അന്വേഷണം തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രാധാന്യം നമുക്ക് അതിന്റെ ഒരു അളവ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വളരെ കൃത്യമായി ഞങ്ങൾക്ക് അവിടുത്തെ പണം താങ്ങുന്നില്ല, അവിടുത്തെ ഫീസ് താങ്ങുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ മെഡിക്കൽ കോളേജിലേക്ക് ആശ്രയിക്കുന്നത്. വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ, അതുപോലെ ICU ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളിപ്പോ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച നമ്മുടെ വാർഡിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാം വരിക. ഇപ്പൊ നമ്മുടെ ആശുപത്രിയിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. ബോഡി ചെക്ക് ചെയ്യുന്നതിനും മറ്റ് അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഉതകുന്ന രീതിയിൽ മെഡിക്കൽ കോളേജിനെ നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ നമുക്കിവിടെ വാർഡില്, OPയില് ഒക്കെ വരുന്ന രോഗികൾക്കും വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും, അതുപോലെ തന്നെ ക്യൂ ഉണ്ട്. നമുക്കറിയാം, ഇങ്ങനെ നിരന്തരമായി എണ്ണം വർദ്ധിക്കുമ്പോഴാണ് സ്വാഭാവികമായും നമുക്ക് ക്യൂ രൂപപ്പെടുന്നത്. അതൊക്കെ തന്നെ എമർജൻസി അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി. പിന്നെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജാണ്. കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം, ബസ്സുകൾക്കെതിരെ കർശന നടപടി. അത്യാസന്ന നിലയിലായ രോഗിയുമായി ആംബുലൻസിനെ കാഞ്ഞാണി സിംല തിയേറ്ററിന് മുൻപിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് SHO അജിത്താണ് സെന്റ് മേരീസ് ശ്രീ മുരുക, അനന്തകൃഷ്ണ എന്നീ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത്. ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുമുള്ള ശുപാർശ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സ്ത്രീകൾക്ക് വരെ സുരക്ഷിത ജീവിതം നിഷേധിച്ച സർക്കാരിന്റെ മദ്യവിൽപ്പന അവസാനിപ്പിക്കണമെന്ന് ലീലാമ്മ തോമസ്. ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി 102 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം നടത്തുന്ന EA ജോസഫിനെ അഭിവാദ്യം അർപ്പിച്ച് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപദേശക സമിതി അംഗവും KPCC അംഗവും മുൻ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ലീലാമ്മ തോമസ്. വികലമായ മദ്യനയം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ സ്ത്രീ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നു, സ്ത്രീകളെ വിധവകളാക്കുന്നു, സ്ത്രീകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മദ്യം സുലഭമായി വിളമ്പി സ്ത്രീ സുരക്ഷ പാഴ്വാക്കാക്കുന്നു എന്ന് ലീലാമ്മ തോമസ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ശ്രീ EA ജോസഫ് നേതൃത്വം നൽകുന്ന മദ്യവിമോചന മഹാസഖ്യമെന്ന് അവർ വ്യക്തമാക്കി. യോഗത്തിൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലീല വർഗീസ് അധ്യക്ഷത വഹിച്ചു. കേരള പ്രകൃതി ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജേക്കബ് വടക്കുംചേരി മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗീതാദാസ്, ആതിര ജിനേഷ്, നദീറ അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം അവരുടെ വേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ തേനീച്ച കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ തേനീച്ച കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തേനീച്ച കൃഷി ഏതെല്ലാം രീതിയിൽ ലാഭകരമായി നടത്താമെന്നെല്ലാം കർഷകർക്ക് മനസ്സിലാക്കുന്നതിനാണ് ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS സജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോർട്ടികോർപ്പ് ഉദ്യോഗസ്ഥൻ മുരളീധരൻ ക്ലാസ് എടുത്തു. പുത്തൂർ കൃഷി ഓഫീസർ CR ദിവ്യ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ കൂട്ടായ്മയെല്ലാം വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലക്ഷ്യം നമ്മുടെ നാട്ടിലും തേനീച്ച കൃഷിക്കാരെയും തേനീച്ചകളെയൊക്കെ കൊണ്ടുവരിക. തേൻ കിട്ടുന്നതോടൊപ്പം നമ്മുടെ നാണ്യമുള്ള വർധനവിന് തേനീച്ച പരിപാലനമാണ് ഏറ്റവും മുൻപന്തിയിൽ. കാർഷിക ഉത്പാദന ക്ഷമതാവർദ്ധനവിന് തേനീച്ച പരിപാലനം. തേനീച്ചപ്പെട്ടിയിൽ നിന്ന് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തന്നെ ധാരാളം വികസിപ്പിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തേൻ, റോയൽ ജെല്ലി. അതുപോലെ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് തേനെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസം കഴിയുമ്പോഴേ നല്ല ആരോഗ്യമുള്ള പെട്ടിയുടെ മുകളിൽ തന്നെ 2-3
സൂപ്പർ പെട്ടികൾ, തേൻ പെട്ടികൾ കാണും. നമ്മുടെ മഴക്കാലം തുടങ്ങുന്നതോടുകൂടി ജൂൺ മാസത്തോടുകൂടി നമ്മൾ തേനെടുത്തതിന് ശേഷം വരുന്ന അറകൾ അത് സംസ്കരിച്ചെടുത്ത് ശുചീകരിച്ച് അത് മെഴുകാക്കി മാറ്റുകയും ആ മെഴുകിനകത്തുകൊണ്ട് തന്നെ മറ്റ് അങ്ങാടി മരുന്നുകളൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുന്ന ചേർത്താൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ തേൻ വിറ്റഴിനേക്കാൾ കൂടുതൽ കോഴിപാം ചർമ്മകാന്തി എന്ന ഒരു ആയുർവേദ ഉൽപ്പന്നമൊക്കെ വിപണിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ സമഗ്രമായ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ നാടിന് അതാത് കൃഷിഭവന്റെ പഞ്ചായത്തിൽ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് 44 ഈ പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് തന്നെ 24 കൊല്ലമായിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 6 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ മെലുഹ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ അഴീക്കോട് സ്വദേശി പ്രവീൺ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മെലുഹ എന്ന ബോട്ടും അഴീക്കോട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 10:45 ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശാനുസരണം മെറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡന്മാരായ ഫസൽ, ബോട്ട് എഞ്ചിൻ ഡ്രൈവർ റോക്കി തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആശാരിക്കാട് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന റോഡ് ട്രാൻസ്പോർട്ട് മിറർ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. മാന്നാമംഗലം, മരോട്ടിച്ചാൽ, വെട്ടുകാട്, പുത്തൂർ, വലക്കാവ്, നടത്തറ, പീച്ചി, പട്ടിക്കാട് എന്നീ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞുപോകുന്ന പ്രധാന സെന്ററാണിത്. നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡിൽ നിരന്തരം അപകടവും പതിവാണ്. ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന അപകടം കാരണം സമസ്യ പുരുഷ സ്വയ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മിറർ സ്ഥാപിച്ചത്. നാടിന് ഉപകാരപ്രദമായ മിറർ നശിപ്പിച്ചവരെ കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം പ്രസിഡന്റ് സന്തോഷ് PN, സെക്രട്ടറി പ്രദീപ് കുമാർ, ട്രഷറർ ലിതിൻ നാച്ചുറൽ, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ജിൻസൻ, വിനീഷ്, ഷിജു തുടങ്ങിയവർ അറിയിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ മണ്ണുത്തി ഏരിയ അംഗത്വ വിതരണം മാടക്കെതിര സ്വദേശി വഫ KSന് അംഗത്വം നൽകി DAWF ജില്ലാ പ്രസിഡന്റ് OS റഷീദ് നിർവഹിച്ചു. ഏരിയ രക്ഷാധികാരി സാജൻ പോൾ, ജില്ലാ കമ്മിറ്റി അംഗം KD ജോഷി, ഏരിയ സെക്രട്ടറി K ബാലചന്ദ്രൻ, പ്രസിഡന്റ് TR പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ജീവ ജീനിയസ് പുരസ്കാരം ചന്ദ്രാപിനി സ്കൂളിനെ സമ്മാനിച്ചു. സാജു മാത്യു സ്മാരക ജീവ ജീനിയസ് വിദ്യാലയ പുരസ്കാരം ചന്ദ്രാപിനി HSSനെ സമ്മാനിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയും ട്രസ്റ്റ് രക്ഷാധികാരിയുമായ M പത്മിനി ടീച്ചറിന് അവാർഡ് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന അവാർഡ് PTA പ്രസിഡന്റ് AV പ്രദീപ് ലാലും പ്രിൻസിപ്പൽ ശ്രീജിഷ് K പൊയ്യാറയും ഹെഡ്മാസ്റ്റർ KS കിരണും ചേർന്ന് ഏറ്റുവാങ്ങി. അധ്യാപക പ്രതിഭകൾക്കുള്ള അവാർഡ് ശാന്തി THഉം വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അവാർഡ് കീർത്തന KK, നബീൽ നവാസ്, ഫരീദ സാലി തുടങ്ങിയവരും സ്വീകരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും AICTEയും ചേർന്ന് സംഘടിപ്പിച്ച ഉദ്യമോത്സവത്തിൽ ചന്ദ്രാപിനി സ്കൂൾ അവതരിപ്പിച്ച ബയോപ്ലാസ്റ്റിക് പ്രൊജക്ടാണ് പുരസ്കാരത്തിന് അവരെ അർഹരാക്കിയത്. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ സാജു മാത്യു മാസ്റ്ററുടെ സ്മരണാർത്ഥം കഴിഞ്ഞ 10 വർഷങ്ങളിലായി ട്രസ്റ്റ് നൽകുന്ന മികച്ച ശാസ്ത്ര പ്രൊജക്ടുകൾക്കുള്ള 5ാമത്തെ പുരസ്കാരമാണിത്. യോഗത്തിൽ പ്രശസ്തി പത്രം ആൻഡു AD വായിച്ചു. മാനേജിംഗ് ട്രസ്റ്റി സിമി മേരി സാജു, വർഗീസ് CC, മാൻസി വർഗീസ്, ജെറോ S കാക്കശ്ശേരി, ഷീന CM, ഷെജി ജോസ്, ലിനറ്റ് KK തുടങ്ങിയവർ സംസാരിച്ചു. മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ.
ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം എന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാത കുട്ടനല്ലൂർ ചിലങ്ക പാടത്തിന് സമീപം റോഡരികിൽ കഴിഞ്ഞ രാത്രിയിൽ തീപിടുത്തം. കുട്ടനല്ലൂർ ചിലങ്ക പാടത്തിന് സമീപത്തെ പറമ്പിലെ പുല്ലിനും മാലിന്യങ്ങൾക്കുമാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. ദേശീയപാതയോരത്ത് തീപിടിച്ചതോടെ ദേശീയപാതയിൽ പുക നിറഞ്ഞു. സ്ഥലത്തെത്തിയ ഹൈവേ പോലീസ് ഉടൻ തൃശൂർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. ഇതേ തുടർന്ന് തൃശൂരിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ദേശീയപാതയോരത്ത് പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെ വൻതോതിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുവാൻ കാരണമാവുന്നത്. വടക്കാഞ്ചേരി മച്ചാട് ശ്രീ ഷൺമുഖാനന്ദ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി കൊടിയേറ്റ് ചടങ്ങ് നടത്തി. തുടർന്ന് മേളം, പറയെടുപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, ഉച്ചപൂജ നടന്നു. ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ഫെബ്രുവരി 8 ശനിയാഴ്ച നടക്കും. പ്രസിഡന്റ് ഉദയൻ മുണ്ടൻതറ, സെക്രട്ടറി സന്തോഷ് അലിപ്പറമ്പിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ഒരു കാലത്ത് തൃശൂരിനെ വിറപ്പിച്ച ശക്തൻ തമ്പുരാനെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ തട്ടിക്കളിക്കുന്നു. ഗതികെട്ട തമ്പുരാൻ നാടുവിടുവാൻ സാധ്യത. എലിഞ്ഞിക്കുളം പാടത്തെ കൊയ്ത്തുത്സവം പാടശേഖര സമിതി പ്രസിഡന്റ് ദാസൻ കാട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം, കുമരനെല്ലൂർ ദേശം, കാഴ്ചപ്പന്തൽ, കാൽനാട്ടുകർമ്മം ക്ഷേത്ര പരിസരത്ത് നടന്നു. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് തൃശൂർ ചെറു റോഡിൽ ആരംഭിച്ചു. ആശാരിക്കാട് സെന്ററിൽ ട്രാൻസ്പോർട്ട് മിറർ കഴിഞ്ഞ രാത്രി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.